ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 55-ന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പ്രവാചകൻ വിളിച്ചു പറയുന്നു: പുഷ്ടഭോജനം കഴിച്ച് മോദിച്ച് കൊള്ളുവീൻ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, തൃപ്തി വരാത്തവയ്ക്ക് വേണ്ടി മനുഷ്യൻ പലപ്പോഴും പണം ചെലവഴിക്കുകയും അവരുടെ ജീവിതം തന്നെ വിലയായി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ അമർത്യമായ മനുഷ്യ മനസ്സിനെ അമർത്യനായ ദൈവത്തിന് മാത്രമേ തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സമ്പത്ത്, ജഡീക ഉല്ലാസം, ആനന്ദം, മഹത്വം, ബഹുമാനം, സ്ഥാനമാനങ്ങൾ എന്നിവയ്ക്കൊന്നും യഥാർത്ഥത്തിൽ മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയുന്നതല്ല. അവയെല്ലാം മായയും മനസ്സിന്റെ ആകുലതയും ആ നൊടി നേരത്തേക്ക് മാത്രം തൃപ്തി നൽകുന്നതും അതിനുശേഷം വേദനിപ്പിക്കുന്ന ശൂന്യത മാത്രം പകരം നൽകുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യൻ ഉന്നതവും ശ്രേഷ്ഠവുമായ കാര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. മഞ്ഞും മഴയും ഭൂമിയെ നനച്ച് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം മനുഷ്യരുടെ ഉള്ളങ്ങളിൽ വിതയ്ക്കപ്പെടുകയും ധാർമ്മിക ഫലങ്ങൾ ഉളവാക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ അത് നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മശിഹായുടെ ഭരണകാലത്ത് അത് പൂർണ്ണമായി വിളവ് നൽകുകയും ചെയ്യും. അതാണ് യെശയ്യാ പ്രവചനം 11-9 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 36-ാം സങ്കീർത്തനത്തിന്റെ 8-9 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ നിന്റെ ആലയത്തിലെ പുഷ്ടി അവരനുഭവിക്കുന്നു, അഥവാ ആ ആനന്ദ നദിയിൽ നിന്ന് കുടിച്ച് തൃപ്തരാകുന്നു തുടങ്ങിയ അനുഭവങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ യെശയ്യാ പ്രവചനം 55-ൽ അവിടെ അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചിലവിടുന്നത് എന്തിന് എന്നാണ് പ്രവാചകൻ വിളിച്ച് ചോദിക്കുന്നത്. അതെ പ്രിയമുള്ളവരെ, ഈ ലോകം മനുഷ്യന് ഒരിക്കലും തൃപ്തി നൽകുന്ന ലോകമല്ല. എന്നാൽ യഥാർത്ഥമായി ദൈവവചനത്തിന് മാത്രമേ അവനെ പുഷ്ടിപ്പെടുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ, അവനെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു പക്ഷെങ്കിൽ പലവിധമാകുന്ന പ്രശ്നങ്ങളുമായിട്ട് മല്ലടിച്ച് മനുഷ്യൻ വ്യാകുലപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അവങ്കിലേക്ക് തിരിയുവാൻ, അഥവാ ദൈവത്തിങ്കലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ, തൃപ്തി പ്രാപിക്കുവാൻ സകല മാനവകുലത്തെയും അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ദൈവാകരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ ഇന്ന് തൃപ്തി വരാത്ത ഏതൊരു വിഷയത്തിന്റെ മുൻപാകെയും ദൈവത്തിന് നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ, അഥവാ ഭാരങ്ങളെ എടുത്തു മാറ്റുവാൻ, വേദനകളെ എടുത്തു മാറ്റുവാൻ താൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം പരിഹാരം വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കർത്താവിലേക്ക് തിരിയാം, ആ പുഷ്ടഭോജനം കഴിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.